ചപ്പാത്തിലേക്ക് പോകാം. ചപ്പാത്തില് ഇന്ന് രാവിലെ 10 തൊട്ട് സർവ്വമത പ്രാർത്ഥനയും കൂട്ട ഉപവാസവും ഒക്കെ നടത്തുകയാണ്. മുല്ലപ്പെരിയാർ സമരത്തിന്റെ പ്രശ്ന പരിഹാരം തേടിക്കൊണ്ട് വിവിധ മതസംഘടനകളടക്കം അതിന് കൂട്ടായി നിൽക്കുന്നുണ്ട്. ചപ്പാത്തിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ താമസിക്കുന്നത്. ഈ പ്രദേശങ്ങളിൽ ചപ്പാത്തിലും അതുപോലെ തന്നെ ഉപ്പുതറ ഭാഗത്തൊക്കെ ഏറ്റവും കൂടുതൽ ആളുകൾ താമസിക്കുന്നതാണ്. അവിടെ നിന്ന് ടോം കുര്യാക്കോസും പ്രിൻസും ചേരുന്നുണ്ട്. ടോം, സ്വാഭാവികമായിട്ടും ഉപ്പുതറയിലും ചപ്പാത്തിലും എപ്പോഴും പ്രതിഷേധമുള്ളതാണ് മുല്ലപ്പെരിയാർ ഡാമിനെതിരെ. പക്ഷെ അത് ചില സമയത്ത് വലിയൊരു ജനകീയ കൂട്ടായ്മയായി മാറും, ചില സമയത്ത് അവർ തന്നെ ഇത് പലതവണ സമരം നടത്തിയതാണ്, പക്ഷെ പ്രയോജനമൊന്നും കിട്ടുന്നില്ല എന്ന രീതിയിൽ മാറി നിൽക്കും. പക്ഷെ ഇപ്പോൾ വീണ്ടും ഉപ്പുതറയും ചപ്പാത്തും സമരഭൂമിയായി മാറാൻ പോവുകയാണല്ലോ. എന്താണ് അവിടുത്തെ നാട്ടുകാരുടെ ഇപ്പോഴത്തെ ഒരു പ്രതികരണം? ടോം, അതുപോലെ തന്നെ സർവ്വമത സംഘടനകളെല്ലാവരും പള്ളിയും അമ്പലവും എല്ലാം ചേർന്നിട്ടുള്ള ഒരു ഉപവാസ സമരം കൂടിയാണ് നടക്കുന്നത്. അതായത് എല്ലാവരും ഒരുമിച്ചുണ്ട് ഈ സമരത്തിന് എന്നുള്ളൊരു സന്ദേശം നൽകാൻ കൂടി ജനങ്ങൾ ആഗ്രഹിക്കുന്നു, അല്ലേ? മഞ്ജുഷ്, 2011 മുല്ലപ്പെരിയാർ വിഷയത്തിൽ ചരിത്ര സമരത്തിന് സാക്ഷ്യം വഹിച്ച ചപ്പാത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അതായത് വർഷങ്ങൾക്ക് ശേഷം മുല്ലപ്പെരിയാർ സമരസമിതി വീണ്ടും പുനഃസംഘടിപ്പിച്ചു. ഇന്ന് ഇവിടെ ഈ ചപ്പാത്ത് സ്നേഹക്കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സർവ്വമത പ്രാർത്ഥനയും ഉപവാസ സമരവും നടക്കുകയാണ്. നമുക്കറിയാം 2011 വന്നാൽ അന്ന് മന്ത്രി PJ ജോസഫ് അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, തനിക്ക് മുല്ലപ്പെരിയാറിനെ കുറിച്ച് ഓർക്കുമ്പോൾ തന്റെ ഉറക്കം പോലും നഷ്ടപ്പെടുന്നുവെന്ന്. സമാനമായ രീതിയിൽ ഈ നാട്ടിലെ ജനങ്ങളുടെ ഉറക്കം നഷ്ടപ്പെട്ട ഒരു അവസ്ഥയാണ്. കാരണം നിരവധി പ്രളയങ്ങൾ, ഉരുൾപൊട്ടലുകളൊക്കെ കണ്ട് ഭയത്തോടെ ജീവിക്കുന്ന ഒരു ജനത, അവരാണ് ഇവിടെ ഇപ്പോൾ സമരത്തിന് തങ്ങളുടെ, അതായത് ഒരു ജലബോംബ് മുല്ലപ്പെരിയാറിൽ നിൽക്കുന്നു, ഏത് സമയവും പൊട്ടാമെന്ന ഭീതി ഇവർക്കുണ്ട്, ഈ നാട്ടുകാർക്കുണ്ട്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഒരു മനുഷ്യജീവൻ പോലും ഈ പഞ്ചായത്ത്, അതായത് വണ്ടിപ്പെരിയാർ, ഉപ്പുതറ ഉൾപ്പെടെ അയ്യപ്പൻകോവിൽ ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകൾ, ഈ 3 പഞ്ചായത്തുകൾ പൂർണ്ണമായും നശിക്കുമെന്ന് തന്നെയാണ് ഇവിടെയുള്ള ആളുകൾ തന്നെ പറയുന്നത്. അതായത് പലപ്പോഴും പറയും ഈ മുല്ലപ്പെരിയാർ പൊട്ടിയാൽ ആ വെള്ളം ഇടുക്കി ഡാം തടഞ്ഞു നിർത്തുമെന്ന്. പക്ഷെ ഇടുക്കി ഡാം വരെയുള്ള സ്ഥലങ്ങളിലെ ഈ 3 പഞ്ചായത്തുകളിലായി ലക്ഷക്കണക്കിന് ആളുകൾ വസിക്കുന്നുണ്ട്. തമിഴ്നാട്ടിലെ ആളുകളുണ്ട്, അതായത് തമിഴ് വംശജരുണ്ട്, മലയാളികളുണ്ട്. അങ്ങനെ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ പഞ്ചായത്തുകളിലൊന്നായിട്ടുള്ള വണ്ടിപ്പെരിയാർ പഞ്ചായത്ത്, ആ വണ്ടിപ്പെരിയാറിൽ പഞ്ചായത്തിൽ നിന്നും ആണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഈ അയ്യപ്പൻകോവിലും ഉപ്പുതറ പഞ്ചായത്ത്, ഈ 2 പഞ്ചായത്തും കൂടെ സംഗമിക്കുന്ന ഈ സ്ഥലത്ത് ചപ്പാത്തില് ഇവിടെയും 50,000-ലധികം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നുണ്ട്. ഈ ജനങ്ങളുടെ സുരക്ഷയില് ആരുത്തരം പറയും എന്നാണ് ഇവർ ചോദിക്കുന്നത്, ഈ സമരസമിതി ചോദിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ചപ്പാത്ത് സ്നേഹക്കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ഉപവാസ സമരമുള്ളത്. അതോടൊപ്പം തന്നെ മുല്ലപ്പെരിയാർ സമരസമിതിയുടെ പ്രതിനിധികളുമുണ്ട്. ഇന്നത്തെ ഈ ചപ്പാത്ത് സ്നേഹക്കൂട്ടായ്മയുടെ അധ്യക്ഷനായിട്ടുള്ള ഫാദർ സുരേഷ് ആന്റണി ഇപ്പോൾ ന്യൂസ് 8-നൊപ്പം ചേരുന്നുണ്ട്. ഫാദർ, ഈ നിങ്ങളുടെ ആശങ്ക സാധാരണ നമുക്ക് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും, പക്ഷെ ഇവിടുത്തെ ഭരണകൂടത്തിന് ഇത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ എന്ന കാര്യം സംശയമാണ്. കാരണം കാലാകാലങ്ങളായി, പതിറ്റാണ്ടുകളായി മുല്ലപ്പെരിയാർ ഡാമിന്റെ വിഷയത്തിൽ നിങ്ങൾ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ നാട്ടിലുള്ള ജനങ്ങൾ വലിയ ആശങ്കയിലാണ്. ഇപ്പോൾ വീണ്ടും ഒരു സമരരംഗത്തേക്ക് നിങ്ങൾ ഇറങ്ങുകയാണ്. ഇത് എന്താണ് ഈ നാട്ടുകാരുടെ ആവശ്യം? ഞങ്ങളിത് ഒരു സമരമായിട്ടല്ല ഞങ്ങൾ ഉദ്ദേശിച്ചത്. ആദ്യം ഞങ്ങളൊരു ആകുലതകൾ അറിയിക്കുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. കാരണം ഈ വർഷങ്ങളായിട്ട് ഇത് ഈ മുല്ലപ്പെരിയാർ സമരം ഇങ്ങനെ, അല്ലെങ്കിൽ മുല്ലപ്പെരിയാർ വിഷയം ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് അതിന് പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്നില്ല. ഇപ്പൊ നേരത്തെ നമ്മൾ ശരിക്കും ഈ സ്നേഹക്കൂട്ടായ്മ രാഷ്ട്രീയക്കാർക്കെതിരായിട്ടോ തമിഴ്നാടിനെതിരായിട്ടുള്ളതല്ല. അപ്പൊ നമ്മള് ഞങ്ങളുടെ ആശങ്ക ദൈവത്തോട് അറിയിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ 3 മതസ്ഥർ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയാമോ, നമ്മൾ ഇവരോട് ഞങ്ങൾ പറഞ്ഞിട്ട് എന്താണ് കാര്യമെന്നാണ് മനസ്സിലാക്കാത്തത്. കാരണം ഒരു 3 ലക്ഷത്തോളം വരുന്ന ഒപ്പ് ശേഖരണം നടത്തി അന്നത്തെ ഇന്ത്യൻ പ്രസിഡന്റിന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒപ്പ് ശേഖരണം നടത്തി അന്നത്തെ പ്രധാനമന്ത്രി കൊടുത്തിട്ടുണ്ട്, മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട്, ജലവിഭവ മന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും പരിഹാരം കണ്ടെത്താൻ സാധിക്കാത്ത അവസ്ഥയാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ അന്ന് കുറച്ചു പേര് പറഞ്ഞു ഡാം പൊട്ടും. അവർ തന്നെ ഇന്ന് പറയുന്നു ഡാം സുരക്ഷിതമാണെന്ന്. അന്ന് ഡാം പൊട്ടത്തില്ല എന്ന് പറഞ്ഞവര് ഇന്ന് പറയുന്നു ഡാം പൊട്ടും. അപ്പൊ ഇവര് നമ്മുടെ അധികാരികള് അത് രാഷ്ട്രീയമാണോ എന്താണെന്ന് അറിയാൻ പാടില്ല. അവരങ്ങനെ അവരുടെ നിലനിൽപ്പിന് വേണ്ടിയാണോ എന്തിനാണ് അവര് മാറിക്കൊണ്ടിരിക്കുക ജനങ്ങൾ. അപ്പൊ ഇവിടെ പക്ഷേ ഭീതി എന്നും ഈ ജനങ്ങൾക്കുണ്ട്. രാഷ്ട്രീയ പാർട്ടികള് അല്ലെങ്കിൽ അധികാരികള് നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മൾ ആർക്കും എതിരല്ല, പക്ഷെ ഞങ്ങളുടെ ആശങ്കയുണ്ട്. ഇവിടെ ജീവിക്കുന്ന മക്കൾക്ക് ഈ ഡാം പൊട്ടുന്നുണ്ടോ പൊട്ടുന്നില്ല എന്നത് അത് രണ്ടാമത്തെ കാര്യം. പക്ഷെ ഇവിടുത്തെ തീരദേശവാസികൾക്ക് അവരനുഭവിക്കുന്ന വേറെ ഒത്തിരി പ്രശ്നങ്ങളും കൂടിയുണ്ട്. കാരണം ഈ ഡാം ഇങ്ങനെ നിൽക്കുന്നത് എന്നും ഒരു ഭീഷണിയാണ്.
അപ്പൊ സമാധാനത്തിൽ ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയോടൊപ്പം ഇവിടുത്തെ ശരിക്കും പറഞ്ഞ ഇവിടുത്തെ യുവാക്കൾക്ക് പെണ്ണ് പോലും കൊടുക്കാൻ മുൻവരാത്ത അവസ്ഥ, അതൊരു സാഹചര്യമാണ്. അതുപോലെ തന്നെ ഒരു അത്യാവശ്യം സ്ഥലം വാങ്ങുവാനായിട്ടും വിൽക്കുവാനായിട്ടും സ്ഥലം അതിനും സാധിക്കാത്ത ഒരവസ്ഥ. ഇതൊക്കെ ഇൻഡയറക്റ്റ് ആയിട്ട് ഇവിടുത്തെ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളാണ്. അപ്പൊ ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തണം. അതിന് അധികാരികൾ ഒരു ചർച്ചയിലൂടെ നമുക്ക് തീരുമാനമെടുക്കാം. രണ്ടു കൂട്ടർക്കും ആർക്കും ഒരു കോട്ടവും കൂടാതെ രണ്ടുപേർക്കും ഇവിടുത്തെ ജനങ്ങൾക്ക് സ്വത്തിനും ജീവനും സംരക്ഷണം ഉണ്ടാകണം. എല്ലാ വർഷവും ഈ വെള്ളപ്പൊക്കം വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഇതുപോലെ ഉരുൾപൊട്ടൽ വരുമ്പോഴോ പേടി അപ്പോൾ മാത്രം അത് എപ്പോഴും ഉണ്ട്. ആ സമയത്താണ് ഈ പേടി കൂടുതലായി പുറത്തു വരിക. അപ്പോൾ അതാണ് നമ്മുടെ ഒരു ഉദ്ദേശം. ഇപ്പോൾ മുല്ലപ്പെരിയാർ സമരസമിതിയുടെ ശ്രീ ഷാജി പി ജോസഫ് ചേരുന്നുണ്ട്. ഇതിനു മുൻപ് ഈ മുല്ലപ്പെരിയാർ സമരം എന്ന് പറയുമ്പോൾ വലിയ പ്രക്ഷോഭങ്ങൾ കണ്ടതാണ്. മനുഷ്യച്ചങ്ങല, കേരളം കണ്ട ഏറ്റവും വലിയ മനുഷ്യച്ചങ്ങലയ്ക്ക് സാക്ഷ്യം വഹിച്ചതാണ്. ഇനി മുല്ലപ്പെരിയാർ സമരസമിതിയുടെ ഒരു സമര രീതി എങ്ങനെയായിരിക്കും? ഒരു പ്രക്ഷോഭത്തിലേക്ക് നിങ്ങൾ നീങ്ങുന്നുണ്ടോ, അതോ സമാധാനപരമായി ിട്ടുള്ള ഒരു നീക്കമായിരിക്കുമോ മുല്ലപ്പെരിയാർ സമരസമിതിയുടെ ഭാഗത്തുണ്ടാകും? മുല്ലപ്പെരിയാർ സമരസമിതി നടത്തിയ സമരങ്ങള് പ്രക്ഷോഭങ്ങളും 18 വർഷം നീണ്ട സമരം കേരളം കണ്ടതാണ്. ഞങ്ങൾ അന്നും ഗാന്ധിയൻ മാർഗത്തിൽ ഇവിടെ സമരം നടത്തുമ്പോൾ ഈ സമരത്തെ സഹായിക്കുവാനെന്ന പേരിലേക്ക് കടന്നു വന്ന ഏതോ സംഘടനകൾ, അല്ലെ ഏതോ ചില ചിത്രശക്തികൾ, അവരാണ് തമിഴ്നാട്ടിലെ ചില ആൾക്കാരെ പ്രകോപനമുണ്ടാക്കുന്ന രീതിയിലുള്ള ചില വൈകാരിക പ്രതികരണങ്ങളൊക്കെ നടത്തി അവരെ വിഷമിപ്പിച്ചത്. അങ്ങനെയാണ് തമിഴ്നാടും ഇതും തമ്മിലുണ്ട്. ഞങ്ങൾ ആരും അത്തരത്തിലുള്ള പ്രക്ഷോഭത്തിന് പോയിട്ടില്ല. ഇനി ഒരിക്കലും അങ്ങനെ പോകാൻ ആഗ്രഹിക്കുന്നുമില്ല. കാരണം മുല്ലപ്പെരിയാർ പ്രശ്നം കോടതി വരാന്തകളിൽ 5 അംഗ ബെഞ്ചിന്റെ ഡയറക്ഷനിൽ നിൽക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് അവിടെ പറഞ്ഞിരിക്കുന്ന ഡയറക്ഷനിൽ സൂചിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ ഗൌരവമായി ചർച്ച ചെയ്യേണ്ടത്. കാരണം കഴിഞ്ഞ ദിവസം കർണാടകത്തിലുണ്ടായ ഡാം തകർച്ച, ആ ഡാം തകർച്ചയുടെ ഭാഗമായി ഉണ്ടായ ഒരു ചർച്ച അത് ജനങ്ങളെ വല്ലാതെ ഭയപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അത് സുർക്കി മിശ്രിതത്തിൽ നിർമ്മിച്ചൊരു ഡാമാണെന്നും കാലപ്പഴക്കം ആകുന്നതിന് മുമ്പേ തകർന്നു പോയപ്പോൾ കാലപ്പഴക്കം കൊണ്ട് ഏത് സമയത്തും തകർന്നു പോകാൻ സാധ്യതയുള്ള ആ ഡാമിന് കീഴെ താമസിക്കുന്ന ആൾക്കാർക്ക് സ്വാഭാവികമായ ഒരു ഭയമുണ്ട്. പോരാത്തതിന് വയനാട്ടിലുണ്ടായ ഒരു ദുരന്തം, ആ ദുരന്തമാണ് ഇപ്പോൾ മുല്ലപ്പെരിയാർ ചർച്ചയാക്കിയത്. എനിക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്യാമ്പയിൻ നടത്തുന്ന സംഘടനകളോട്, NGOസിനോട്, പ്രതികരിക്കുന്നവരോട് പറയാനുള്ളത് അനാവശ്യമായ വാദഗതികൾ ഉന്നയിച്ച് പ്രകോപനം സൃഷ്ടിക്കുന്ന രീതിയിലുള്ള ചർച്ചകളിലേക്ക് തമിഴ്നാടിനെ പ്രകോപിപ്പിച്ചുകൊണ്ട് ഒരു പ്രക്ഷോഭ രീതി നിങ്ങളുടെ ഭാഗത്തുണ്ടാകും. ഒരിക്കലും അത്തരം കാര്യം കൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനവുമില്ല. കാരണം 5 അംഗ ഭരണഘടനാ ബെഞ്ച് പറഞ്ഞിരിക്കുന്ന ഒരു അമിക്കബിൾ സെറ്റിൽമെന്റ്, ആ സെറ്റിൽമെന്റിന് കിട്ടിയിരിക്കുന്ന ഒരു വലിയ സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്ന പ്രത്യേക സൈക്ലോണുകൾ, ഒപ്പം വയനാട്ടിലുണ്ടായ ദുരന്തം, കർണാടകയിലെ ഡാം തകർച്ച, ഇതിനെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് തമിഴ്നാടും കേരളവും തമ്മിലുള്ള ഒരു അമിക്കബിൾ സെറ്റിൽമെന്റിന് പറ്റിയൊരു അവസരമായി തമിഴ്നാടിന് ഇക്കാര്യങ്ങൾ ബോധിപ്പിക്കാൻ കഴിയുമോ? തമിഴ്നാട് അങ്ങനെ ഒരു സെറ്റിൽമെന്റ്, ഒരു ചർച്ചയ്ക്ക് തയ്യാറാകുമോ? തമിഴ്നാട്ടിലെ ഈ 5 ജില്ലകളിലെ കൃഷിക്കാരാണ് ഇതിന്റെ യഥാർത്ഥ ഗുണഭോക്താക്കൾ. ഒപ്പം ഇത് മദ്രാസും അങ്ങോട്ടുള്ള ആൾക്കാരൊന്നും ഉപയോഗിക്കുന്ന വെള്ളമല്ല. ആ കൃഷിക്കാരെ ഇതിന്റെ നിജസ്ഥിതി ബോധ്യപ്പെടുത്താൻ, ഇതിനെന്തെങ്കിലും സംഭവിച്ചാൽ ഭാവിയിൽ അവർക്കുണ്ടാകാൻ പോകുന്ന നഷ്ടവും, ഇതിനെന്തെങ്കിലും ദുരന്തമുണ്ടായാൽ താഴെ സംഭവിക്കാൻ പോകുന്ന വലിയ ജനങ്ങളുടെ ഒരു ദുരന്തം, ഇതെല്ലാം അവരെ ബോധിപ്പിക്കാൻ പറ്റുന്ന ഒരവസരം. ആ അവസരത്തിന് ഒരു സമ്മർദ്ദ ശക്തിയായി പ്രവർത്തിക്കുക എന്നുള്ളതാണ് മുല്ലപ്പെരിയാർ സമരസമിതിയുടെ മുന്നോട്ടുള്ള പ്രയാണങ്ങളിൽ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. സാധാരണ ജനങ്ങൾ, അതായത് ഈ സമരസമിതി കൊണ്ട് ഇവിടുത്തെ വിവിധ മതവിഭാഗങ്ങളിലെ ടോം, ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഷാജി പറഞ്ഞത്. കാരണം ഈ ചർച്ചയുടെ ഒരു അന്തരീക്ഷമാണ് താങ്കൾ ടോം ഷാജിയോട് ചോദിച്ചത്. ഷാജി ഇപ്പോൾ മുല്ലപ്പെരിയാർ സമരസമിതിയുടെ പുതിയ ചെയർമാനാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസമാണ് ചുമതല ഏറ്റെടുത്തത്. ഇനി അങ്ങോട്ട് സമരത്തിന്റെ ഒരു പരമ്പരകൾ തന്നെ ഉണ്ടാകുമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ ഷാജി പറഞ്ഞിരുന്നു. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഈ തമിഴ്നാടുമായിട്ടുള്ള ചർച്ചയുടെ കാര്യം 5 ജില്ലകളെ ബാധിക്കുന്ന പ്രശ്നമായതിനാൽ തന്നെ തമിഴ്നാടിന് പെട്ടെന്ന് അത് സറണ്ടർ ചെയ്തുകൊണ്ട് ഒരു ചർച്ചയുടെ ടേബിളിലേക്ക് വരാൻ സാധ്യമല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ ഇപ്പോൾ ചില അന്തരീക്ഷങ്ങൾ, രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ചർച്ചയാകാമല്ലോ എന്ന രീതിയിലുള്ള, അല്ലെ, പൊതുസമൂഹത്തിൽ നിന്നും ഒരു വികാരം ഉടലെടുത്തിട്ടുണ്ട് ഇതേക്കുറിച്ച്. ഏറ്റവും അവസാനം വയനാടും കൂടെ ആകുമ്പോൾ ആ രീതിയിലേക്കുള്ള, അത് മാത്രമല്ല ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് അത് DMK-യും CPM-ഉം നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ചർച്ചയ്ക്കുള്ള ഒരു അന്തരീക്ഷം അല്ലേ എന്നുള്ള ചോദ്യം, ആ ചോദ്യം കൂടി നമ്മൾ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് ഇടുകയാണ്. അതിനെപ്പറ്റി ജനങ്ങളുടെ പ്രതികരണവും തേടുകയാണ്. സംസ്ഥാന സർക്കാർ പറയുന്നത് എന്തുകൊണ്ട് ഈ കഴിഞ്ഞ 5 വർഷം MP-മാരൊന്നും പറഞ്ഞില്ല പാർലമെന്റിൽ, എന്നിട്ടാണോ ഈ ആശങ്ക പരത്തുന്ന ഒരു ചോദ്യമൊക്കെ ഉണ്ട്. രാഷ്ട്രീയ വിഷയങ്ങളെല്ലാം അതിനകത്ത് നമ്മളെല്ലാം അതിൽ കൂടിയെല്ലാം കടന്നുപോകും. വളരെ പെട്ടെന്ന് നമ്മൾ ഈ ക്യാമ്പയിനിലേക്ക് തിരികെ എത്താം. ഞങ്ങളുടെ പ്രതിനിധികൾ വിവിധയിടങ്ങളിൽ നിന്ന് ജനങ്ങളുടെ പ്രതികരണങ്ങൾ എടുത്തുകൊണ്ടേയിരിക്കുന്നു. ഒപ്പം പ്രമുഖരും നമുക്കൊപ്പം ചേരും. ചെറിയ ഇടവേള.